അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ഒന്നാം ഭാഗമാണ്. വാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും വന്നതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ വിടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി തന്നെ നോക്കാം. ഒന്നാമത്തേത് തിരഞ്ഞെടുക്കുക. മുകളിൽ ബ്രാക്കറ്റിലായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്നതുമായി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. ഒന്നാമത്തേത് അസ്സബഉൽ മൂബിഖാത്തു, 7 വൻദോഷങ്ങൾ. 7 വൻദോഷങ്ങൾ മുകളിൽ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കുക. അത് സിഹറാണ്. രണ്ടാമത്തേത് കള്ളുകുടി ഡാഷ്, യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. കള്ളുകുടി ഹറാം, കള്ളുകുടിക്കൽ ഹറാമാണ്. ഇനി മൂന്നാമത്തേത് അമിതമാക്കലാണ് ഡാഷ്, തിരഞ്ഞെടുക്കാം. അമിതമാക്കലാണ് ഇസ്റാഫ്. അപ്പോൾ ഇസ്റാഫ് എന്നത് താഴേക്ക് എഴുതിയെടുക്കുക. ഇനി അവസാനത്തേത് തിന്മയുടെ താക്കോൽ, അത് കള്ളാണ്. അപ്പോൾ അത് എഴുതിയെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയായി. അപ്പോൾ എല്ലാവരും ഇത് 2-3 തവണ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാകും. അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുക. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എഴുതാനാണ്. 1. വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക. 2. മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. 3. ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുക. 4. പൊങ്ങച്ചം പറയുക. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ത്വീനത്തുൽ ഖബാൽ എന്നാൽ എന്ത്? ഉത്തരം, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് ത്വീനത്തുൽ ഖബാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചതാണ്, എന്താണ് ത്വീനത്തുൽ ഖബാൽ? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് ത്വീനത്തുൽ ഖബാൽ. ഇനി മൂന്നാമത്തെ ചോദ്യം, ആദിത്യ മര്യാദകൾ ഏവ? കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ആദിത്യ മര്യാദകൾ. അതിൽ നിന്ന് 2 എഴുതാനായിരുന്നു അർദ്ധവാർഷിക പരീക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഇൻഷാ അല്ലാഹ് ആ പാഠത്തിൽ നിന്ന് മിക്കവാറും ചോദ്യം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആ പാഠം പഠിക്കുക. ആദിത്യ മര്യാദകൾ ഏവ? 1. വിരുന്നുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക. 2. അവർ മടങ്ങുമ്പോൾ പടിപ്പുര വരെ കൂടെ പോവുക. ഇതെല്ലാം ആദിത്യ മര്യാദകളിൽ പെട്ടതാണ്. ഇനി 4ാമത്തെ ചോദ്യമാണ്, അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെ? അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെ? ഉത്തരം, നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഇങ്ങനെയാണ് അസൂയാലു ചിന്തിക്കുന്നത്. നല്ലത് മാത്രം തനിക്കും മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത് എന്നാണ് അസൂയാലു ചിന്തിക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ്. അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം
വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഓരോ ലൈക്കും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്, ഇപ്പോൾ തന്നെ ചെയ്യുക. മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇത്തഖുല്ലുൽമ ഡാഷ് യൗമുൽ ഖിയാമ, അതുവരെയും പൂരിപ്പിച്ചു കൊടുക്കുക. ഇത്തഖുല്ലുൽമ ഫഇന്നല്ലുൽമ ളുലുമാതുൻ യൗമുൽ ഖിയാമ, അത് പൂർത്തിയാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ പാഠങ്ങളിലെയും എല്ലാ ഹദീസും ഖുർആൻ ആയത്തും ഉറപ്പായിട്ടും പഠിക്കണം. കാരണം ഒന്നല്ലെങ്കിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനോ അതല്ലെങ്കിൽ അർത്ഥം എഴുതാനൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാൻ അതുപോലൊക്കെ ഉണ്ടാകും. ഇപ്പം മിക്കവാറും എല്ലാ ഹദീസുകളും ആയത്തുകളും കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലെ പാഠവും നല്ല രീതിയിൽ ഓരോ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൂരിപ്പിക്കാനുള്ളതൊക്കെ നമുക്ക് കിട്ടും. പൂരിപ്പിക്കാനുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ് മിക്കവാറും ഉത്തരങ്ങൾ കിട്ടാറ്. അല്ലെങ്കിൽ പിന്നെ പഠിക്കണം. എല്ലാ ദിവസവും ഒരു തവണ വായിച്ചെങ്കിൽ ഉറപ്പായിട്ടും അവനക്ക് പൂരിപ്പിക്കാനുള്ളത് കിട്ടും. പൂരിപ്പിക്കാനുള്ളത് മാത്രമല്ല, മിക്കവാറും എല്ലാ ഉത്തരങ്ങളും അവനക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഇനി രണ്ടാമത്തത് വകുലു വഷ്റബു ഡാഷ് അൽ മുസ്രിഫീൻ, അത് പൂരിപ്പിച്ചു കൊടുക്കുക. വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ചിലപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം എഴുതാനായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി, അവസാനത്തെ ആക്ടിവിറ്റിയാണ് അർത്ഥം എഴുതുക. ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബിരിൻ. ഒരാളുടെ ഹൃദയത്തിൽ കിബിറിൻ്റെ ഒരു അണുമണി തൂക്കം അവനിലുണ്ടെങ്കിൽ അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. ഇപ്പം എല്ലാവരും വീഡിയോ 2-3-4 തവണ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാകും. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.